ഫ്ലവേഴ്സ് TV ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. ദേശാലി തീർക്കല്ലേ കൊച്ചമ്മ. ഓ എന്റെ പ്രശോഭ ദേ കാര്യമൊക്കെ ഇരിക്കട്ടെ മതിയടാ. നാളെ പോയി ആട്ടാ വക്കീലിനെ കാണണം. അങ്ങേരണ്ടാ ഹോട്ടലിന്റെ ഇതൊക്കെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടില്ലേ ലീസിനെടുക്കുന്നത്? ആ അതെല്ലാം ഞാൻ കൃത്യമായിട്ട് തന്നെ ചെയ്തോളാം. അല്ലെങ്കിലും എന്റെ പണിയൊക്കെ ഞാൻ തന്നെയല്ലോ ചെയ്യേണ്ടത്. എന്തോന്ന് എനിക്ക് മതി. എനിക്ക് വേഗം പോ. മതിയായിരിക്കും, പോട്ടെ. ഇവരെന്തുവാടാ കുഴപ്പം? എനിക്ക് അറിഞ്ഞുകൂടാ കൊച്ചമ്മ. എന്റെ അടുത്തും കുറെ ദേഷ്യപ്പെട്ടു. നീയേ ആണ്ടാ ചായക്കകത്ത് ഉപ്പ് വല്ലതും ഇട്ട് കൊടുത്തോ പഞ്ചസാരക്ക് പകരം? എന്റെ അമ്മയാണ് അമ്മമ്മയാണോ ഇട്ടില്ലേ? നീ ഇങ്ങനെ തൊട്ടേനും പിടിച്ചേനൊക്കെ അമ്മയാണ് അമ്മയാണ് അമ്മയാണെന്ന് പറയാതെ ആ പാവം പിടിച്ച കളവി അവിടെ സുഖമായിട്ടിരിക്കട്ടെ. അങ്ങനെന്നുണ്ടെങ്കിൽ അമ്മമ്മയെ കൊണ്ടാണ് ഇടാം. അമ്മ മരിച്ചിട്ട് അപ്പൊ തുമ്മൂല. അയ്യോ നല്ല കൊച്ചുപോൻ, എന്തൊരു മനസ്സ്. കഴിക്കാൻ തുടങ്ങിയോ? ആ പ്രതീക്ഷേ, എന്തുവാടാ നിങ്ങൾ തമ്മിൽ വല്ല അടി വല്ലതും ഉണ്ടായോ? അവനെന്തോ ഈ തുള്ളിച്ചാടി ദേഷ്യത്തിൽ ഇറങ്ങി പോയത്? മോളില് എന്റെ റൂമിൽ ചേട്ടൻ വന്നിട്ട് വായത്തുനിന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് താഴോട്ടിറങ്ങി വന്നു. അത് ചോദിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ അതാ അവസ്ഥ. അവനെന്തോ പ്രശ്നം? എനിക്കൊന്നും പിടിയിട്ടുന്നില്ലേ എന്റെ പൊന്നു കൊച്ചമ്മ. എന്ത് ചെയ്യുമെന്ന് പറയണേ. ആ ലക്ഷ്മി, എന്താ പ്രശോഭൻ എന്താ പ്രശ്നം? അവനേതാണ്ട് ദേഷ്യത്തിൽ ഒന്നും കഴിക്കാതൊക്കെ ഇറങ്ങി പോയല്ലോ. എനിക്കറിയില്ലമ്മ. എനിക്കറിയില്ലെന്നോ? അത് ശരി. അവനുള്ള ബുദ്ധിമുട്ടോ പ്രയാസമോ മെന്റൽ ടെൻഷനോ ഒക്കെ നീ അല്ലാതെ പിന്നെ ആരറിയണമെന്നാ? അമ്മയ്ക്ക് മനസ്സിലാവാത്തതാണോ എനിക്ക് മനസ്സിലാവുന്നത്? ഓഹോ, അമ്മ വെറുതെ ഇതൊന്നും ആലോചിച്ച് ബി പി കൂട്ടാൻ നിൽക്കണ്ട. അമ്മ ഭക്ഷണം കഴിക്കാൻ നോക്കും. എന്ത് ചെയ്യുമെന്ന് പറ. എന്തൊക്കെ കാണാ ചെയ്യൂന്നാ. എന്നാ പിന്നെ അമ്മ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇവിടെ പോയില്ലേ? പോവാന്ന് പറഞ്ഞല്ലോ. അല്ലെ, ഒരു പേപ്പർ എടുക്കാണ്ടായിരുന്നു, അതെടുക്കാൻ വേണ്ടി വന്നേ. ഓ പോട്ടാ. ഓ ഓ ഓ ശരി. കൊച്ചമ്മ, നമുക്ക് പ്രസവ കുഞ്ഞിനെ ഒരു മാനസിക ആശുപത്രിയിൽ കാണിച്ചാലോ? അയ്യോ, എന്തിന്? അല്ല, മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ. ഒന്നും വേണ്ട, അവനിഞ്ഞ് വരട്ടെ. ഞാനിതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. എനിക്ക് വിലയുണ്ടോ ഇല്ലേ എന്നുള്ള അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. കാണാനില്ലല്ലോ. അതെ അതെ അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. പൈസ ഒന്നുമില്ല. പോട്ടെ പോട്ടെ. അയ്യോ, എനിക്ക് പൈസ വേണ്ട. ഈ ചന്ദ്രഹാസം അറിയാമോ? അറിയാം, പഴയ മോഹൻലാലിന്റെ സിനിമ. അയ്യോ, അത് ചന്ദ്രോത്സവം. ഇതല്ല. അല്ല, വീട് വീട്. അവിടുത്തെ MD പ്രശോഭിനെ അറിയാമോ? വേറെ ഏതിന് തെണ്ടി? തെണ്ടി അല്ല, MD. അറിയോ? അറിയത്തില്ല. പോട്ടെ പോട്ടെ. നീ ഇവിടത്തുകാരനല്ല മുഖ്യം. അതെ, ഒന്ന് നിൽക്കണേ. ഈ ചന്ദ്രഹാസം അറിയാമോ? नहीं मालूम. സുഹാസിനി नहीं मालूम. मैं नया आया. ഒത്തിരി ഹിന്ദി. ഒരു മലയാളി തന്നെയും കാണാനില്ലല്ലോ. അതെ, ഈ ചന്ദ്രഹാസം അറിയാമോ? ഡേയ്, നീ കുറെ നേരമല്ലേ ഇവിടെ കിടന്ന് കറങ്ങണത്? ആരുടെ നീ? അയ്യോ, ഞാനൊരു വഴി പോക്കനാ. നീ ഏത് വഴിപാക്കാനായാലും കൊള്ളാം. നീ സുഹാസിനി മേഡത്തിന്റെ കാര്യം ഇവിടെ വന്ന് തിരക്കണ എന്തിനാ? അവരെ വീട്ടിൽ നിന്ന് വല്ല അടിച്ചോണ്ട് പോകാൻ തന്നെ. അയ്യോ, ഞാൻ അവിടുത്തെ ആളാ.
സുഹാസിനി മേഡത്തിന്റെ വീട്ടിലെ എല്ലാവരെയും നമുക്കറിയാം. പക്ഷെ ഇതുപോലൊരു സാധനത്തിന് നമുക്കൊരു സംശയം ഉണ്ടല്ലോ. അല്ല ഞാൻ അവിടുത്തെ മൂത്ത മോനാണ്. മൂത്ത പോലെ ഇത്രയും ഗതി കെട്ട ഒരു മനുഷ്യനെ ഇതുവരെ വൃത്തികെട്ടവൻ അവിടെ കണ്ടിട്ടില്ല. ഇവനെ നമുക്ക് കൊണ്ടുപോവാം അല്ലേ? അവിടെ പോയി തന്നെ ചോദിക്കാം. ഇവിടെ